ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്നൊരു കുക്കിംഗ് ചെയ്യുന്നുണ്ട്. അത് ജസ്നാസ് കിച്ചണിലല്ല, നമ്മൾ കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ കാലിക്കറ്റ് ലൈവിലോട്ട് പോവാം. സാൽമിയ ബ്ലോക്ക് 7 സാലിം അൽ മുബാറക് സ്ട്രീറ്റിലാണ് കാലിക്കറ്റ് ലൈവ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പം കാലിക്കറ്റ് ലൈവിലേക്കുള്ള ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5th ഫ്ലോറിലാണ് കാലിക്കറ്റ് ലൈവ്. നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ടാണ് നമ്മൾക്ക് ഈ ഒരു വേദി ഒരുക്കി തന്നത്. അപ്പോൾ അതിന് ഇവരോട് 2 പേരോടും ഞാൻ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. പിന്നെ നമ്മൾ കാലിക്കറ്റ് ലൈവ് അതിൻ്റെ ഉള്ളിലുള്ള ആംബിയൻസ് ഒക്കെ നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്നതാണ്. കാരണം നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഫുഡ് നമുക്ക് വേറെ എവിടെ നിന്ന് കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവരുടെ തന്നെ ഒരു ജ്യൂസ് കോർണറും കൂടെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് ലൈവിൽ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോയി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇത്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ ഇവരുടെ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണത്. അപ്പോൾ നമ്മൾ ആതിഥ്യ മര്യാദ കൂടിയവരാണെന്ന് പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെന്നാൽ നമുക്ക് വേറെ എവിടെ ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് ഒരു വെൽക്കം ഡ്രിങ്ക് തരുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ്സിലാണ് നമുക്കവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് തന്നത്. പിന്നെ നമ്മളിവിടെ വന്നാൽ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാന്താരി. അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ വന്നപ്പോൾ ചിക്കൻ കാന്താരിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ സ്റ്റാർട്ടേഴ്സ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റമാണ്. ഒന്ന് ഫിഷ് കാന്താരിയും അതുപോലെ തന്നെ ചിക്കൻ യാക്കിത്തോരി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കാന്താരി വാങ്ങുമ്പോൾ അതിൻ്റെ മീറ്റ് കുറച്ച് നമുക്ക് ഫിഷിനെ അപേക്ഷിച്ച് കുറച്ച് ഹാർഡായിട്ടായിരിക്കുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഫിഷ് കാന്താരി തന്നെയാണ്. പിന്നെ അതുപോലെ ബീഫ് വരട്ടിയത്, പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു. അതുപോലെ ഇത് ഷാപ്പിലെ മീൻ കറിയാണ്. ഇത് നമ്മൾ വേറൊരു തവണ പോയപ്പം കഴിച്ചതാട്ടോ. പിന്നെ ചിക്കൻ ഗീ റോസ്റ്റ്, നമുക്ക് ഷാപ്പിലെ കറി എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ തന്നെ അറിയാം നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. പിന്നെ ഞാൻ കുവൈറ്റിൽ വന്നിട്ട് എവിടെ നിന്നും കഴിച്ചിട്ടും എനിക്ക് ഫ്രൈഡ് റൈസ് ഇത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അത്ര സൂപ്പർ ഫ്രൈഡ് റൈസ് ആയിരുന്നു അവരുടെ. എല്ലാ ഐറ്റംസും നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന അതുപോലെയുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ കിച്ചണൊന്ന് കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, എപ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിക്കുമ്പോഴും. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ പാഷൻ ഫ്രൂട്ട് പൊഞ്ചത്തി എന്ന് പറയുന്ന ഒരു ജ്യൂസ് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് പാഷൻ ഫ്രൂട്ട്, ഒറിജിനൽ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളും കാലിക്കറ്റിൽ ലൈവിൽ വരികയാണെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ട് മൊഞ്ചത്തി ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്കിനി നേരെ ഇതിൻ്റെ തട്ടകത്തിലോട്ട് പോവാം. നമുക്ക് നോക്കട്ടെ എവിടെ നിന്നാണ് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ വരുന്നതെന്നുള്ളത്. പിന്നെ നമുക്ക് ഹോട്ടൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്നും കൂടെ കാണണ്ടേ. അപ്പോൾ ഇതാ ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനും അപ്പച്ചട്ടികളാണ്. നമുക്ക് അപ്പം, പാലപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ തയ്യാറാക്കി തരുന്നത്. ഇത്രയും ഇവിടെ സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവരെ മസാലകളൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് ഇടാനൊക്കെ നല്ല സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഐറ്റംസ് ആണ് ഉണ്ടാക്കി തരുന്നത്. ഒന്ന് കപ്പ ക്രാബ്, ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തൊരു കോമ്പിനേഷനാണ്. അതുപോലെ ചിക്കൻ, പിന്നെ കായൽ ചെമ്മീൻ. അപ്പോൾ അതൊക്കെ സെർവ് ചെയ്യാനുള്ള ചട്ടികളൊക്കെ ഇവിടെ അവർ ഒന്ന് മയക്കിയെടുക്കാൻ വേണ്ടി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് നമുക്ക് കിച്ചണിൻ്റെ കാര്യം, അത് വൃത്തിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ കിച്ചൺ തന്നെ കേട്ടോ ഇവിടത്. അപ്പോൾ നമുക്ക് ഷെഫിനെ ഒന്ന് പരിചയപ്പെടാം. എന്താ ഷെഫിൻ്റെ പേര്? അനിൽ രാജ്. അനിൽ രാജ്. തുടങ്ങാം നമുക്ക്. എന്താ പേരെന്താ? ആസിഫ്. നാട്ടിലെവിടെയാ നിങ്ങൾ? ട്രിവാൻഡ്രം. രണ്ടുപേരും? ഞാൻ പാലക്കാട്. പാലക്കാട്. അപ്പം നമ്മളിവിടെ വന്ന് ഒരു തവണ മാത്രം ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കായൽ ചെമ്മീൻ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് അതിനോടുള്ള ഇഷ്ടം ഒന്നുകൂടെ കൂടി. ഇവർ മെയിനായിട്ടും പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേങ്ങാപ്പാലിലുമാണ് അധികമായിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഷെഫിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഗ്രീൻ കളർ എന്താ? ഗ്രീൻ കളർ എന്താ? അതോ അത് കറി ലീവ്സും ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ്. ഇവിടെ ഒരു ഉരുളിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർത്തിട്ടുണ്ട്. വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. കോക്കനട്ട് ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ചെറുതായി സ്ലൈസ് ചെയ്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീൻ ചില്ലി, നമ്മുടെ കറിവേപ്പില, സോട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഓണിയൻ ചോപ്പ് ചെയ്തുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇത് ഓണിയൻ അല്ല, ചെറിയ ഉള്ളി അല്ലല്ലോ? അല്ലല്ല, ഓക്കെ, വലുതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ടർമറിക് ഇട്ട് കൊടുക്കാം. ഈ ഓണിയൻ ഒന്ന് വാടി പാകമായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതെന്തായിരുന്നു? കറിവേപ്പിലയും പച്ചമുളകും. കറിവേപ്പിലയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ക്രാബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നേരത്തെ ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പിട്ട് വേവിച്ച് വെച്ച് കപ്പ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹാഫ് കുക്ക് ചെയ്തെടുത്തതാണ് കപ്പ? അല്ല, ഫുൾ ബോയിൽ തന്നെയാണ്. ഫുൾ ബോയിൽ ആയി. കപ്പ വേവാൻ ആവശ്യമില്ല കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കപ്പ പാലക്കാട് സ്പെഷ്യലാണോ? കാരണം ഞാൻ ക്രാബ് ചേർത്തിട്ട് കപ്പ ഇതുവരെ കണ്ടിട്ടില്ല. ബീഫ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. ഇത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണോ? അതെ. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ആയി കിടക്കണം. ഈ തേങ്ങാപ്പാലാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കും. നമ്മളെ കപ്പാക്കറ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ അവസാനമായിട്ട് ഒരു വാർമൽ ഇട്ട് കൊടുക്കാം. കപ്പയും ക്രാബും റെഡി ആയിട്ടുണ്ട്. ഇതിനോട് വറവ് കൂടെ ഇട്ട് കൊടുക്കണം ഷെഫ് പറയുന്നത്.
കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതെ, കളർ കിട്ടാൻ. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പാഗ്ര റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിലും ഇവരൊരു പ്രത്യേകത കണ്ടിട്ടുണ്ട്. ഒരു ചട്ടിയിൽ വാഴയിലൊക്കെ വിരിച്ചാണ് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ്. അത് മാത്രമല്ല നല്ല ക്ലീനാണ്, കിച്ചണൊക്കെ നല്ല ക്ലീനും സേഫുമാണ്. നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഫുഡുമാണ്. അപ്പം നമ്മൾ എത്ര പൈസ കൊടുത്താലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ ഒരു തക്കാളിയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടാൽ തന്നെ നമ്മളെ വയറ് നിറയും. അത്ര നല്ല സൂപ്പറായിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ച് നോക്കുക കേട്ടോ. കാരണം ഇവിടുത്തെ മീൽസ് ആണെങ്കിൽ പോലും 1.5 kg ഇത്രയും ഐറ്റംസ് ആയിട്ട് നമുക്ക് മീൽസ് കിട്ടുന്നത് ഇവിടെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. മീൽസ് ആണെങ്കിൽ അത് മാത്രം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ മലബാരി ചിക്കൻ അതുപോലെ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ യാക്കിട്ടോറി. പിന്നെ കാന്താരി ഫിഷ്, അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ഇവരുടെ ബിരിയാണിയും ഗീ റൈസും എല്ലാം നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം അവർ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.